ഉത്പാദ്യതേഷു പുരുഷക്രതുഭിः സമീജേ ആത്മാനമാത്മനിഗമം പ്രഥയഞ്ജനേഷു പ്രത്യാസമൈ ഗുരുഭരം ക്ഷപയൻ കുരൂണാം അന്തസ്സമുത്ഥകലിനായുധിഭൂപചമ്വ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാത് സ്വധാമ. അച്ഛൻ്റെ വീട്ടിൽ പോയി, അതായത് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള ശത്രുക്കളെയൊക്കെ കൊന്നു. കുറേ 100 കണക്കിന് ശത്രുക്കളെ കൊന്നു. പാണ്ഡവന്മാരെ സഹായിച്ച് ഭാരതയുദ്ധം നടത്തി, അർജുനനെ സഹായിച്ചു. ഉദ്ധവന് ഉപദേശം കൊടുത്തു. അവസാനം സ്വധാമത്തിലേക്ക് തിരിച്ചു പോയി. 3 ശ്ലോകം കൊണ്ട് കൃഷ്ണൻ്റെ കഥ മുഴുവനും ഇങ്ങോട്ട് പറഞ്ഞു. പരീക്ഷിതിനാകെ അയ്യത്തടാന്നായി. എന്താ അങ്ങ് ഇങ്ങനെ ചെയ്യണം? കഥിതോ വംശവിസ്താര ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം. അങ്ങ് എന്തേ ചെയ്ത് ചോദിച്ചു. പരീക്ഷത്തിൻ്റെ ശ്രദ്ധ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ ഉണ്ടായി തന്നെ എങ്ങനെ? ദ്രൗണ്യസ്തവിപ്ലുഷ്ടമിതം മദംഗം സന്താനബീജം കുരു പാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആത്തചക്രോ മാതുശ്ച മേയ ശരണം ഗതായ. ഞാൻ എന്നോ മരിച്ച് മണ്ണടഞ്ഞു പോകേണ്ട ആളാണ്. കരിക്കട്ടയിട്ടാണ് ഞാൻ ജനിച്ചെന്ന്. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള കാരണം തന്നെ ഈ ഭഗവാനാണ്. എൻ്റെ മുത്തശ്ശന്മാരെ എല്ലാ യുദ്ധവും ജയിക്കാൻ സഹായിച്ചത് ഈ ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടു നിർത്തിയത് ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ കഥ എങ്ങനെ ഓടിച്ച് പറഞ്ഞാൽ ശരിയാവോ? ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരുമോ എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ അതാണ് ചോദിച്ചാലേ എന്ന് പറയൂ. വെറുതെ പറഞ്ഞു കൊടുക്കില്ല, കാരണം വേസ്റ്റാവും. അറിഞ്ഞു കൊടുക്കണം എന്ന് പറയണില്ലേ? വിളമ്പി വരച്ചാൽ പിന്നെയും കൊടുത്താൽ ഭക്ഷണം വിഷാവും. അതേപോലെയാണ് അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടും. അത് നോക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുക. വേഗം സുഖമായി പറഞ്ഞ് കൃഷ്ണൻ്റെ കഥ കഴിഞ്ഞു പോയി വധിച്ചാൽ മതി. പക്ഷേ പരീക്ഷിച്ച് വിട്ടില്ല. അതിങ്ങനെ പറഞ്ഞു ശ്രീശുഖൻ പറഞ്ഞു, നീ ചോദിച്ചത് വളരെ നന്നായി. ഈ കൃഷ്ണൻ്റെ കഥ ഒരാൾ ചോദിച്ചു വെച്ചാൽ അയാൾക്ക് മോക്ഷമാണ്. ചോദിക്കാൻ പ്രേരിപ്പിച്ച അയാൾക്ക് മോക്ഷമാണ്. പറയുന്ന ആൾക്ക് മോക്ഷമാണ്. കേൾക്കുന്ന ആൾക്ക് മോക്ഷമാണ്. അത്രയും ഗംഭീരമായിട്ടാണ് ഈ പദ. ഇത് അത്രയും പുണ്യം. നീ ചോദിച്ചത് നന്നായി എന്ന് പറഞ്ഞ് വിശദമായിട്ട് പറയാൻ. ഇപ്പം ഈ ഉഗ്രസേനൻ്റെ മക്കളാണ് 9 പേര്. അതിൽ കംസനാണ് കേമൻ. ശൂരസേനൻ്റെ മക്കൾ വസുദേവരുടെ കൂട്ടം പറഞ്ഞു. ഇതിലൊക്കെ പരസ്പരം ബന്ധമുണ്ട്. ശൂരസേനെ സാമന്തനാക്കി വെച്ചിരിക്കുകയാണ് ഈ കംസനൊക്കെ. കംസൻ അതിശക്തനാണ്. ശൂരസേനൻ്റെ മകനാണ് വസുദേവൻ. അപ്പോൾ ഈ ദേവകി ടീമൊക്കെ ഇയാളുടെ സഹോദരിമാരായിട്ട് ദേവകൻ്റെ മക്കളാണ്. ഈ ദേവകിയുടെ വിവാഹം വസുദേവരായിട്ട് നടത്തുക. അതിഗംഭീരമായിട്ട് വിവാഹം നടക്കുകയാണ്. അതേ സമയത്താണ് ഭൂമിദേവി സങ്കടം പോയിട്ട് പറയുന്നത്. കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്തൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരുടെ ഭാരം കൊണ്ട് ഭൂമിദേവിക്ക് സങ്കടമായി. അപ്പോൾ പറഞ്ഞു, ഞാൻ അവതരിക്കും. സമയമായിരുന്നു. ദേവകിയും വസുദേവരും പഴയ ആൾക്കാരാണ്. പ്രശ്നിഗർഭനൊക്കെ ആയിട്ട് മുമ്പ് എന്നെ പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ അവരുടെ ഗർഭത്തിൽ ഞാൻ ജനിക്കും എന്നൊക്കെ പറഞ്ഞ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ചു വിടും. അപ്പോഴാണ് ആ സമയത്ത് തന്നെയാണ് ദേവിയുടെ വിവാഹം. ജ്യേഷ്ഠൻ്റെ മകളാണല്ലോ ദേവകി. അപ്പോൾ വിവാഹപ്രായത്തിൽ വസുദേവർക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കും. വിവാഹം അതിഗംഭീരമായിട്ടുള്ള വിവാഹമാണ്. അന്ന് ഹൽദി മെഹന്തിയൊക്കെ ഉണ്ട്. കംസനാണ് അതിൻ്റെ നേതാവ്. നേരെ ഇഷ്ടം പോലെ സ്ത്രീധനമൊക്കെ കൊടുത്ത് കുതിരകളെയും ആനകളെയൊക്കെ കൊടുത്ത് ഘോഷയാത്രയായിട്ട് വസുദേവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ. തേര് ഞാൻ തന്നെ തെളിക്കാൻ പറഞ്ഞു കംസൻ. ഏട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ കൊണ്ടേക്കാം. അത്ര ഇഷ്ടമാണ് പെങ്ങളെ. അത് ഗംഭീരനാണ് കംസനെ. ഘോഷയാത്രയായിട്ട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അശരീരി കേട്ടു. അശരീരി പറഞ്ഞാൽ ശരീരമില്ലാത്ത ശബ്ദം ആകാശത്ത് കേട്ടു. എന്താ പറഞ്ഞത്? നീ ഈ തെളിച്ചു കൊണ്ടുപോണ ദേവകയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലും. ദുഷ്ടനായ കംസ എന്നാണ് വിളിച്ചത് തന്നെ. അതാ അരേ ദുജ. ഈ ദുഷ്ടന് സംബോധന ചെയ്തിട്ടാണ് അശരീരി. കംസൻ ദുഷ്ടനാണെന്നറിയാം. ഈ ദേവകയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലും. ഇതും കിട്ട് കേട്ടില്ലേ? ഇഷ്ടമൊക്കെ പോയി. അങ്ങനെ കിട്ട് ഇറങ്ങി താഴത്തേക്ക് വാളുകളെടുത്തു. ദേവകയുടെ തലമുടി ചുറ്റിയിട്ട് പിടിച്ചു. വസുദേവൻ പാവം വിറച്ചു. ദേവകി അതിനേക്കാൾ വിറച്ചു. നക്ഷത്രങ്ങളും പ്രപഞ്ചമൊക്കെ നടുങ്ങി നിന്നു. 8ാമത്തെ പുത്രൻ ഉണ്ടാവണമെങ്കിൽ ഇവളുണ്ടായിട്ടല്ലേ, നല്ല പെട്ടാത്തുണ്ടാവും. അവളെ ഉണ്ട് കൊല്ലാതീനും. വെട്ടാൻ ഓങ്ങിയപ്പോഴേക്കും വസുദേവർ നല്ല സാത്വികനാണ്. അദ്ദേഹം പറഞ്ഞു, എന്താ അങ്ങ് ചെയ്യണം?
അങ്ങേപോലെ എത്ര മഹാനായിട്ടുള്ള ഒരാൾ സഹോദരി കൊന്നു എന്നൊക്കെ കേട്ട എത്ര മോശം. ഏയ് അതൊന്നും കേട്ടില്ല. ഇവളെപ്പോൾ നീ കേട്ടതല്ലേ ശബ്ദം? അങ്ങനെ എന്തൊക്കെ കേൾക്കും, ആ കേട്ടതൊക്കെ ശരിയാവണമെന്നുണ്ടോ? ദേവന്മാരങ്ങനെ പലതൊക്കെ പറയും, അല്ലെങ്കിൽ ആ ശബ്ദമൊക്കെ കേൾക്കും. അതൊന്നും അങ്ങേപോലെ വീരനും ശൂരനും ആയിട്ടുള്ള ഒരാളൊന്നും കേട്ട് വിശ്വസിക്കരുത്. എന്തു പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ സഹോദരിയല്ലേ, ഞങ്ങളുടെ അനിയത്തിയല്ലേ, ഇപ്പം വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും സമ്മതിക്കും. അവസാനം വസുദേവൻ ലാസ്റ്റ് റിസോർട്ട്, അവസാനത്തെ കൈയായിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ദേവകി അങ്ങേ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇവളുടെ 8ാമത്തെ കുട്ടി കൊല്ലുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഓരോ കുട്ടി ഞാൻ അങ്ങടെ മുമ്പ് കൊണ്ടുവന്നുതരാം. എന്നാ പോരെ, എന്തിനാ 8ാമത്തേക്കണം, ഓരോന്നിനും കൊണ്ടുവന്നുതരാം. പക്ഷെ കംസന് വസുദേവർ മര്യാദക്കാരനാണ്, കടം വാങ്ങിയ കൊടുക്കുന്ന ആളാണ്, ഉറപ്പുണ്ട്. ഇപ്പം കംസന് വസുദേവനെ വിശ്വാസമായി. അപ്പം മെല്ലെ വാട് താഴത്തേക്ക് ഇട്ടു. അവൻ പറഞ്ഞല്ലോ ന്യായം, എന്തിനാ ഇപ്പം ഇവളെ കൊല്ലേണ്ട കാര്യം, ഇവളെ കൊല്ലും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം ശരിയാന്ന് തന്നെ വിചാരിക്കുക, ഇവൾക്ക് ഉണ്ടാവണ 8ാമത്തെ മകനെ എന്നെ കൊല്ലൂ. അപ്പം ഈ പറഞ്ഞത് ന്യായം. അപ്പം ശരി, ആരാച്ചാ കൊണ്ടായിക്കോളൂ പറഞ്ഞ് മൂപ്പര് തിരിച്ചു പോന്നു. പിന്നെ എങ്ങനെയൊക്കെ ഉന്തി തള്ളി വസുദേവരുടെ വീട്ടിലെത്തി. അങ്ങനെ അവർ ആദ്യം ഗർഭിണിയായി ദേവകി. പ്രസവിച്ച ഉടനെ വസുദേവർ മര്യാദക്കാരനാവുകൊണ്ട് അങ്ങനെ കുട്ടിയെടുത്തു. ദേവയ്ക്ക് കണ്ടു തീർന്നിട്ടില്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് കംസൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തു. കംസന് സന്തോഷമായി. ഓ, ഇങ്ങനെ വാക്ക് പാലിക്കുന്ന ആൾക്കാരുണ്ടോ. നോക്കി, കുട്ടിയെടുത്ത് നോക്കി, തോന്നിത്തരേ മാമയെ വിളിക്കലോ, തോന്നിത്തരേ കുട്ടി, എന്ത് മാമയെ വിളിക്കണം, ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആലോചിച്ചു, 8ാമത്തെ കുട്ടിയുടെ ഇതിനെ ഞാൻ എന്തിനാ വെറുതെ കൊല്ലണം? ഏത് ദുഷ്ടൻ്റെ ഉള്ളിൽ നന്മ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ ദുഷ്ടനാ പറയണില്ലേ, ഒക്കെ ഉണ്ടാവും. ഈ തിരിച്ചു കൊണ്ടുപോയിക്കോ, വേണ്ട. അപ്പോൾ ഈ വസുദേവർക്കറിയാം ഇതൊക്കെ അപ്പുറത്തെ കോലയുള്ളൂ എന്ന്. ഇത് ശരിക്കും അസുരനാന്നുള്ളത് അറിയുകൊണ്ട് ഇവർക്ക് സന്തോഷമൊന്നും ആയില്ലേ പറയാണ്. ദേവിക്ക് സന്തോഷമായി, കുട്ടി തിരിച്ചു കിട്ടിയല്ലോ. പക്ഷേ വസുദേവർക്കറിയാം ഇത് എപ്പോൾ വേണമെങ്കിൽ രൂപം മാറുന്ന ആളാവുമെന്നാണ്.